മൈ ഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ എടുത്തൊക്കെ പഠിച്ചിട്ടില്ല എല്ലാവരും ഇല്ലേ? എല്ലാവരും ഉഷാറല്ലേ? എന്നാൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാട്ടാ. ഇന്നെന്താ കഴിഞ്ഞ ക്ലാസ് പഠിച്ചെന്താ? ഷെൽ കോൺഫിഗറേഷനാണ് പഠിച്ചത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, റെഡി? നോക്കാം, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. റെഡി? ഓക്കെ, നമ്മൾ ഷെല്ലിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെ ഷെല്ലാണ് പഠിച്ചത്? കെ, എൽ, എം, എൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. അതന്നെ ഉറക്കം വിളിച്ചു പറയണ്ട. ഇത് ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറക്കം വിളിച്ചു പറയണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ, ഇക്കിനുണ്ട് എനർജീൻ്റെ കയറുള്ളൂ. ഓക്കെ, റെഡി? അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ നോക്കുക, കെ എൽ എം എൻ നോക്കുക, ശ്രദ്ധിച്ചോളട്ടാ. കെയിൽ എത്ര ഇലക്ട്രോണെ കൊള്ളുന്ന പഠിപ്പിച്ചത്? എത്ര പറഞ്ഞോ? അതന്നെ, 2 ഇലക്ട്രോൺ. മറന്നിട്ടൊന്നുമില്ല എല്ലാവരും? ഓക്കെ, റെഡി? ഇനി എല്ലിൽ എത്രയാ? 8. ഓക്കെ, കറക്റ്റ്. റെഡി? എമ്മില് 18, 18. അതന്നെ, എന്നിൽ എത്രയാ? 32. കറക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് നല്ല കുട്ടികൾ, സൂപ്പർ. ഇങ്ങനെ തന്നെ പിള്ളേരെ വേണ്ടത് കേട്ടാ. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ മണിമണിമലയാളി ഉത്തരം ഇങ്ങനെ പറയണം. എന്നാ പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഉഷാറായിട്ട് കയറും. യെസ്, അപ്പൊ ശ്രദ്ധിച്ചോളട്ടാം. കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ല അല്ലേ? എൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ല, എം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ല, എൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ല ആണല്ലോ. ഇനി സബ്ഷെൽ അഥവാ ഉപ ഊർജ നിലകൾ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 ഉപ ഊർജ നിലകളാണുള്ളത്. എസ്, പി, ഡി, എഫ്. അപ്പൊ ഞാൻ പറഞ്ഞു 4 ഉപ ഊർജ നിലകൾ. ഓക്കെ, 4 സബ് എനർജി ലെവലുകളാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഒന്നാമത്തെ ഷെല്ലില് ഒരു സബ്ഷെൽ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ പേരാണ് എസ്. സെറ്റായി അയലാക്കും? ഓക്കെ അല്ലേ? രണ്ടാമത്തെ ആണെങ്കിൽ 2 ഉണ്ടാവുമല്ലോ അല്ലേ? സ്വാഭാവികമായിട്ട് ഒന്നാമത്തിൽ 1 വെച്ചാൽ രണ്ടാമത്തിൽ 2 2 ഏതൊക്കെയാ? എസ് ആൻഡ് പി. അപ്പോൾ മൂന്നാമത്തേലോ? ഒന്നാമത്തിൽ 1, രണ്ടാമത്തിൽ 2 ആകുമ്പോൾ മൂന്നാമത്തിൽ എത്ര ഉണ്ടാവും? മൂന്നാമത്തിൽ 3. അതന്നെ കറക്റ്റ്. അതന്നെ ഗസ് ചെയ്താ. ശരി. ഓക്കെ, റെഡി? ഇടയ്ക്കൊക്കെ ലോട്ടറി ഒക്കെ നടക്കട്ടെ അല്ലേ? ലോട്ടറിയാണ് അത്. ഓക്കെ, അപ്പൊ നാലാമത്തേലോ? 4. എസ്, എസ്, പി, ഡി, എഫ്. ഓക്കെ, ഒരു ലോട്ടറി പെട്ടെന്ന് തപ്പടിക്കും. ഓക്കെ, നമുക്ക് എസ്, പി, ഡി, എഫ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറയാം, കെയിൽ 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പൊ എസ് എന്ന് പറയുന്ന ഒരു എന്താ സബ് എനർജി ലെവലിലുള്ള. അപ്പൊ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഒക്കെ കൊള്ളും? എസ്സിൽ 2 ഇലക്ട്രോണേ കൊള്ളും മാക്സിമം. എല്ലാ എസ്സിനും 2 ഇലക്ട്രോണേ കൊള്ളൂ. ഞാൻ എല്ലാ എസ്സിനും 2 ഇലക്ട്രോൺ എഴുതുന്നുണ്ട് കേട്ടാ. എല്ലാ എസ്സിനും 2 ഇലക്ട്രോൺ എഴുതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത് നോക്കുക, ബാക്കി പി നോക്കുക. ഇവിടെ മൊത്തം നോക്കുക, 8 ഇലക്ട്രോൺ എവിടെ കൊള്ളുന്ന പറഞ്ഞേ? 2 പോയി. ബാക്കി എത്രയ്ക്ക് പോവും? പിയിലേക്ക് പോവും. 6. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവർക്കും? യെസ് പറയൂ. ഓക്കെ, 6. ഇത് ഇവിടെ നോക്കിയാ 18. 2 6 8. ബാക്കിയോ? ബാക്കി എത്ര? 10 അല്ലേ? യെസ്, ഇവിടെ കയറി 10. ഓക്കെ, റെഡി? അടുത്ത് നോക്കിയേ, ഡി. എല്ലാ ഡിയിലും 10. അപ്പൊ ഇവിടെ നോക്കിയേ 32 അല്ലേ? 2 6 8 അല്ലേ? പറഞ്ഞോ? 8 10 18. ഓക്കെ, 18 32 എത്ര വേണം? വിരലൊക്കെ ഉപയോഗിച്ചോ കൂട്ടിക്കോ. എത്ര? കൂട്ടിക്കോ. എത്ര? 14. അപ്പൊ നമ്മൾക്കൊന്ന് ഇത് ചേർത്ത് എഴുതാട്ടോ. ഒന്നാമത്തെ എസ് 2 നോക്കിയേ, 1s2. രണ്ടാമത്തെ എസ് 2 കേട്ടോ, 2s2. രണ്ടാമത്തെ പി 6, 2p6. കണ്ടോ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കണ്ടോ 3 എസ്. എത്ര ഇലക്ട്രോൺ മുകളിൽ? 3s2 കേട്ടോ. മൂന്നാമത്തെ കണ്ടോ? പറയടാ, ഉറക്കം പറയും എന്താ? 3p6. ഓക്കെ അല്ലേ? റെഡി അല്ലേ? എല്ലാവരും ഒന്ന് ഉറക്കം പറയാം എൻ്റെ ഒപ്പം. റെഡി? 1 2 3 സ്റ്റാർട്ട്സ്. റെഡി? 3d10. ഓക്കെ, റെഡി? യെസ്. നാലാമത്തെ നോക്കി, 4 കണ്ടോ? 4 യെസ്. 2 4p6. റെഡി? അടുത്ത 4d10, 4f14. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? നോക്കാം, ഞാൻ ഒന്നുകൂടി പറയാം. 4 ഷെല്ലാ പഠിച്ചത്. ഏതൊക്കെയാ? കെ എൽ എം എൻ. റെഡി? കെയിൽ ഇലക്ട്രോൺ 2. കറക്റ്റ് അല്ലേ? എല്ലിൽ 8 പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. എമ്മിൽ 18. യെസ്, എല്ലില് 32. റെഡി? ഇനി നോക്ക്, ഓരോന്നിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒന്നാമത്തിൽ ഒരു സബ്ഷെൽ. എന്താ അതിന്റെ പേരെന്താ? പറഞ്ഞോ? ഏതാ? എസ്. അതന്നെ കറക്റ്റ്. രണ്ടാമത്തേതാ? എല്ലല്ലേ? എല്ലിൽ എത്ര സബ്ഷെല്ലാ? എല്ലിൽ എത്രയാ? 2 അല്ലേ? ഏതൊക്കെയത് പറഞ്ഞോ? എസ് ആൻഡ് പി. കറക്റ്റ് ആണ്. കറക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടാ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ.
എമ്മിൽ എത്രയാ? ഞാൻ പറഞ്ഞു എമ്മിൽ മൊത്തം 18 ഇലക്ട്രോണെ കൊള്ളും അല്ലേ? എത്ര സബ്ഷെൽ ഉണ്ടാവും? 3 എണ്ണം അല്ലേ? ഏതൊക്കെയാ? എസ് പി ആൻഡ് ഡി. കറക്റ്റ് ആണ്, എസ് പി ആൻഡ് ഡി. യെസ്, നോക്കുക എൻ എന്ന് പറഞ്ഞാൽ എത്താത്ത ഷെല്ല? 4ാമത്തെ. നാലാമത്തെ തന്നെ. അതന്നെ ഉറപ്പിച്ചോ, തെറ്റണ്ട. ഓക്കെ, 4ാമത്തെ തന്നെ. യെസ്, എത്ര ഇലക്ട്രോൺ ഉണ്ട്? 32. കറക്റ്റ് അല്ലേ? 32. റെഡി? യെസ്, എത്ര സബ്ഷെൽ ഉണ്ട്? 4 അല്ലേ? ഏതൊക്കെയാ? എസ് പി ഡി എഫ്. എസ്സിൽ 10 ഇലക്ട്രോണെ കൊള്ളും മാക്സിമം. ഞാൻ എന്താ പറഞ്ഞത്? എസ്സിൽ 10 ഇലക്ട്രോണെ കൊള്ളുന്ന നേരത്തെ പറഞ്ഞത്. എസ്സിൽ 2 ഇലക്ട്രോണെ കൊള്ളും. പിയിലോ പറഞ്ഞോ? പിയിൽ എത്രയാ മാക്സിമം? 6 ഇലക്ട്രോൺ. എത്രയാ? 6 തന്നെ. കറക്റ്റ്. ഓക്കെ അല്ലേ? ഇനി ഡിയിലോ? ഡിയിൽ എത്ര പറയും? ഡിയിൽ നോക്കാം. ഡിയിൽ ഓക്കെ 10. സെറ്റ്. യെസ്. എഫില് 14. ഓക്കെ, റെഡി അല്ലേ? നോക്കിയ ഇലക്ട്രോൺ നോക്കിയേ, എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, ഇത്ര ഇലക്ട്രോണെ കൊള്ളും. ഓക്കെ, റെഡി? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? നേരത്തെ എഴുതിയില്ലേ അതേപോലെ ഷെൽ എഴുതിയ പോലെ സബ്ഷെൽ എഴുതാൻ പോവുക. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുക. അപ്പോൾ അതിന് മുന്നൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനൊക്കെ അറിയോ? എല്ലാറ്റിൻ്റെയും അറ്റോമിക് നമ്പറൊക്കെ കാണാതെ അറിയോ? നമ്മൾ ഇതിനെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കത് ആദ്യം പഠിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാം. നമുക്ക് ഇത് എഴുതാൻ പോവാം. അതാ വേണ്ടേ? ആണോ? നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ഷെല്ല് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ഷെല്ല് ഏതാ? ഹൈഡ്രജൻ. നോക്കുക, ഒന്നാമത്തെ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ കാര്യം പറയാൻ പോകണട്ടാ. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം. എന്നാ ഞാൻ ഇവിടെ എഴുതിയില്ലേ? എന്നെ സോഡിയത്തിന് കേടുണ്ടാവും. സോഡിയം കേടുണ്ടാവും എല്ലാവരും സോഡിയത്തെ കുറിച്ച്. ഇതാ സോഡിയത്തിന്റെ ലാറ്റിൻ നെയിമാണ് നാട്രിയം. പറയടാ, അറിയോ? നാട്രിയം. ആ നാട്രിയത്തിലെ എണ്ണയാണ് ഈ എണ്ണ. കണ്ട? അപ്പൊ എന്താ എസ് ഒ എന്നല്ല എഴുതേണ്ടത്? അതിന് പകരം എന്താ? ലാറ്റിൻ നെയിമിലെ ആദ്യത്തെ ലെറ്റർ 2 ലെറ്റർ എഴുതിയല്ലേ? അല്ലേ? നാട്രിയം. കണ്ട? അപ്പൊ സോഡിയത്തിന്റെ ലാറ്റിൻ നെയിമാണ് എന്താ? നാട്രിയം. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. കെ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടാസ്യം. ഈ പൊട്ടാസ്യം നമുക്ക് നോക്കുക. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ആദ്യത്തെ 2 ലെറ്റർ എന്താ? പി ഒ എന്നല്ലേ? പക്ഷെ ഇവിടെ കെ എന്നല്ലേ ഒന്ന്? പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം എന്താ അറിയോ? കാലിയം. എന്താ പേര്? കാലിയം. പറയടാ, കേട്ടിട്ടില്ലേ ഇതൊക്കെ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാ പൊട്ടാസ്യത്തെ കുറിച്ചും സോഡിയത്തെ കുറിച്ചും അല്ലേ? കാലിയം. അതുകൊണ്ടാ കെ എന്ന ലെറ്റർ ഉപയോഗിച്ചത് അല്ലേ? അപ്പൊ നോക്കാം, ഞാനിത് 2 ഗ്രൂപ്പ് ആദ്യം പഠിപ്പിച്ചു തരാം. ഒറ്റടിക്കൊക്കെ പഠിക്കുമ്പോഴേ നമ്മുടെ തല കയറായിരിക്കും. ഓക്കെ, നമുക്കിതിന്റെ നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽസ്. എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽസ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം, അതിനൊക്കെ അറ്റോമിക് നമ്പർ ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചാൽ മതി 1. ഇത് പഠിച്ചാൽ മുഴുവൻ നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചോട്ടാ. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹൈഡ്രജൻ, ലിഥിയം. പറഞ്ഞോ, ഉറക്കെ പറയും. എൻ്റെ ഒപ്പം പറയോ. എന്താ? ഹൈഡ്രജൻ. പറഞ്ഞോ, ഉറക്കെ പറയും. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഒന്നുകൂടി പറഞ്ഞേ. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ അല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഷോർട്ട് കട്ട് ഉപയോഗിക്കും. ഷോർട്ട് കട്ട് വേണോ? പറഞ്ഞോ. വേണോ? വേണ്ടേ? വേണോ? യെസ്, പറയാൻ കേട്ടോ. എന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ടാ. നോക്കുക, അതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. ഒന്ന് പറഞ്ഞേ. ഇതാ ഹലോ. പറഞ്ഞോ. ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. ഓക്കെ അല്ലേ? ഷോർട്ട് കട്ട് എന്താ? ഹലോ ലൈനയ്ക്ക് റോബർട്ട്. ഒന്നുകൂടി പറയാം. ഹലോ ലൈനയ്ക്ക്. റിപ്പീറ്റ് ചെയ്യേ തന്നെ. ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. എന്താ പറയാ? ഹലോ. പറഞ്ഞോ. പറയേ. ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ, ലിഥിയം, അടുത്ത് പറഞ്ഞോ. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതൊക്കെ ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. കണ്ണടച്ചിട്ട് പറയാ. എന്താ? ഹലോ ലൈനയ്ക്ക്
റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. മറക്കരുത്, ഏത് ഉറക്കത്തുനിന്ന് വിളിച്ചു ചോദിച്ചാലും ഉത്തരം കിട്ടണം. ഏതാ? ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. റെഡി? എന്താ പറഞ്ഞ? ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീസിയം, ഫ്രാൻസിയം. സെറ്റ് അല്ലേ? നോക്കോട്ടോ, ഞാൻ അറ്റോമിക് നമ്പർ എഴുതാൻ പോകട്ടോ. ഈ ഒന്നെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതിനൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടോ. ഒന്നിനോട് കൂടി നമ്മൾ ആദ്യം 2 കൂട്ടി. ഒന്നിനൊന്ന് 2 കൂട്ടി എത്ര കിട്ടുക? 3. ഇപ്പം ലിഥിയത്തിൻ്റെ കിട്ടി. ആ 3നോട് കൂടി നമ്മൾ 8 കൂട്ടുക. എത്ര കൂട്ടുക? 8. 8 കൂട്ടിയപ്പോൾ എത്ര? 3 8 എത്രയാ? 11. പറയേ, ഉറക്കം പറയടാ, ശരിയല്ലേ? 11. സോഡിയത്തിന് അറ്റോമിക് നമ്പർ കിട്ടി. വീണ്ടും ഞാൻ എത്ര കൂട്ടി? 8 കൂട്ടി. എത്ര കൂട്ടി? 8 കൂട്ടി. 8 കൂട്ടിയത് 18 19. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? 19. ഓക്കെ അല്ലേ? 19 ആയോ? അടുത്ത് വീണ്ടും ഞാൻ 18 കൂട്ടി. എത്ര കൂട്ടി? 18. 19 18 എത്ര? കൂട്ടാനല്ലേ? 19 18 എഴുതി കൂട്ടിക്കോ. എത്ര? 19 18 എത്ര? 37. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാട്ടാ, മറക്കരുത്. 19 18 എത്രയാ? 37. ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും 18 കൂട്ടി. അപ്പൊ എത്രയാ? 37 18 എത്രയാ? എത്ര? 55 അല്ലേ? സെറ്റല്ലേ? പറയടാ, ഉഷാറുണ്ട്, വരട്ടെ വരട്ടേണ്ട ഉഷാർ. യെസ്, 55നോട് കൂട്ടി. നോക്കാ, ഞാൻ വീണ്ടും 32 കൂട്ടി. എത്ര കൂട്ടി? 32. അപ്പൊ എത്ര കിട്ടി? 87. നോക്കിയാ, വല്ലാതും ഞാൻ കാണാപ്പടം പഠിച്ചു ഏതേലും പഠിക്കേണ്ട ആവശ്യം ഉണ്ടായോ? നോക്കിയാ, 3 എലമെന്റ് അറ്റോമിക് നമ്പർ ഞാൻ എഴുതിയില്ലേ? അതിനാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത്. കണ്ടാ? നോക്കുക, ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ? നാളെ നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പോകുമ്പോൾ അറ്റോമിക് നമ്പറൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. നാളെ നീറ്റിനോ JEE ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ NDA NA നാഷണൽ അക്കാദമിയോ നാഷണൽ ഡിഫൻസ് അക്കാദമിയോ ഏത് എക്സാം ആയിക്കോട്ടെ, CUT എക്സാം എഴുതുമ്പോഴൊക്കെ നമ്മൾക്ക് കെമിസ്ട്രി എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് തലേ കാരണം. അതിനാണ് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, ഞാൻ എല്ലാ അറ്റോമിക് നമ്പർ എഴുതി. നോക്കുക, ആദ്യത്തെ 1നോട് കൂടി 2 കൂട്ടി, 2നോട് 8 കൂട്ടി, 8നോട് കൂടി വീണ്ടും 8 കൂട്ടി, വീണ്ടും 18 കൂട്ടി, വീണ്ടും 18 കൂട്ടി, വീണ്ടും 32 കൂട്ടി. അപ്പോൾ ഇത്ര എലമെന്റ് അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എല്ലാത്തിനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ ഒന്നാമത്തെ ഗ്രൂപ്പ് ഒന്നുകൂടി പറയാം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിച്ച പേരെന്താ പറഞ്ഞു? ആൽക്കലി ലോഹങ്ങൾ. എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽസ്. എന്താ വിളിക്കുക? ആൽക്കലി. കറക്റ്റ്, ആൽക്കലി മെറ്റൽസ് അഥവാ ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാം. പീരിയോഡിക് ടേബിൾ ഒന്നാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് കേട്ടോ, സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കട്ടോ. യെസ്, നമുക്ക് ഇതൊക്കെ വായിക്കണ്ടിട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ 2 ലാറ്റിൻ നെയിം പഠിച്ചു. ഏതൊക്കെയാ? ഒന്നാമത്തെ ഗ്രൂപ്പിൽ 2 ലാറ്റിൻ നെയിം ഏതൊക്കെയാ? ഇതൊക്കെയാ നോക്കുക, സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെ. സോഡിയത്തിന്റെ നാട്രിയം അല്ലെ, പൊട്ടാസ്യത്തിന്റെ കാലിയം. മറക്കരുതിട്ട്, അത് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അടുത്ത ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം. പറഞ്ഞ ഉറക്കെ പറയാം, അറിയോ? ഇത് പഠിച്ചിട്ടില്ലേ? മുന്നേ പഠിച്ചിട്ടില്ലേ നമ്മള്? കേട്ടോ, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. റേഡിയം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? നോക്കുക, നമ്മൾ എന്താ പറയാ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ, സെറ്റാണ് എല്ലാവർക്കും? അപ്പൊ നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറ്റോമിക് നമ്പർ എഴുതിക്കൂടെ? സുഖമായിട്ട് എഴുതാം. 4, അടുത്ത് 12 കണ്ടോ, 8 കൂട്ടി കണ്ടോ, 20 കണ്ടോ, 38 കണ്ടോ. നോക്കുക, നമ്മൾ എന്തെങ്കിലും കാണാപ്പുറം പഠിച്ചോ? 88 കണ്ടല്ലേ? കാണാപ്പുറം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കൂട്ടി 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 എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എലമെന്റിന്റെ പേര് ഒന്നുകൂടി പറയാം. ഏതൊക്കെയാ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, കണ്ട, ബേരിയം, റേഡിയം. ഒന്നുകൂടി പറഞ്ഞേ, ബെർലിയം. പറഞ്ഞോ, ഉറക്കെ പറയും. ഏതൊക്കെയാ? ബെർലിയം. ഇതിന്റെ ഒപ്പം പറയും. നമ്മൾ ഒരുമിച്ച് പറയാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഓക്കെ, റെഡി? നോക്കാം, നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൽ പറയാം. ഇതാ ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2ആയി കിടന്നു. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാ, ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2ആയി കിടന്നു. സെറ്റ് അല്ലേ? എല്ലാരും പഠിച്ചില്ലേ? 2 ഗ്രൂപ്പ് ഞാൻ പഠിച്ചു. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്താ വിളിക്കുക? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അഥവാ ആൽക്കലൈൻ
എർത്ത് ലോഹങ്ങൾ. ഉറക്കെ പറയടാ. എന്താ വിളിക്കുക? ആൽക്കലൈൻ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എന്താ വിളിക്കുക? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചോളാം. ഞാൻ പറഞ്ഞു 2 ഗ്രൂപ്പ് പഠിപ്പിച്ചു തന്നു. ഏതൊക്കെയാ? നോക്കുക, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. രണ്ടാമത്തെ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. 1നും 2നും ഷോർട്ട് കട്ട് എന്തൊക്കെയാ? ഹലോ പറയൂ, ഉറക്കെ പറയേ, എന്നൊപ്പം പറഞ്ഞോ. ലൈനക്ക്, അതന്നെ. റോബർട്ട് ക്ലോസ്ഫൻ. സൂപ്പർ, കറക്റ്റ് ആണ്, കറക്റ്റ്. അടുത്ത നോക്കുക, രണ്ടാമത്തേതാ? ബെന്നിയുടെ പറഞ്ഞോ, മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2ആയി കിടന്നു. ഓക്കെ, 2 ഗ്രൂപ്പ് പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവരും 2 ഷോർട്ട് കട്ട് ഉറക്കെ പറയട്ടോ. ഓക്കെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ സീ യു.